ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ 3 മലയാളം സിനിമകളുടെ പുതിയ സിനിമകളുടെ ബഡ്ജറ്റ് കളക്ഷൻ റിപ്പോർട്ടിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ബ്രോമാൻസ് റിപ്പോർട്ടാണ്. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകളിൽ ഇപ്പോഴും മികച്ച കളക്ഷൻ നേരിടുത്ത് മുന്നേറുന്ന ഒപ്പം തന്നെ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ എന്റർടൈനർ സിനിമയാണല്ലോ ബ്രോമാൻസ്. സിനിമയ്ക്ക് ഇന്നും ചെറിയൊരു കളക്ഷൻ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ ഇതേ സമയം 24 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 22 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നലത്തേതുപോലെ ഇന്നും സിനിമയ്ക്ക് 50 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് വരുന്നതാണ്. കേരളത്തിൽ ഇതുവരെ 6-7 കോടി റേഞ്ചിൽ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 14-15 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. അടുത്തത് ദാവീദ് എന്ന ആന്റണി വർഗീസ് സിനിമയുടെ കളക്ഷനാണ്. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകളിൽ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ മറ്റൊരു മലയാളം സിനിമയാണ് ദാവീദ്. സിനിമയ്ക്ക് ഇന്നലെ ഇതേ സമയം 17 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 16 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നും 40 ലക്ഷത്തിനടുത്ത് കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ആകെ കേരള ഗ്രോസ് ഇന്നത്തോടെ 4 കോടി 50 ലക്ഷം 5 കോടി റേഞ്ചിലാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. വേൾഡ് വൈഡ് ഫിഗേഴ്സ് ഇനിയും കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. ഇനി അവസാനമായിട്ട് മറ്റൊരു മലയാളം സിനിമയെ പൈങ്കിളിയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും താഴെ തട്ടിലുള്ള അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണല്ലോ പൈങ്കിളി. സിനിമയ്ക്ക് ഇന്നും ഇന്നലെയും കേരള ട്രാക്കിംഗ് ഗ്രോസ് 12 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ ഇന്നും സിനിമയ്ക്ക് 25 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. ആകെ കേരള ഗ്രോസ് ഇന്നത്തോടെ 3 കോടി കടന്നിട്ടുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനി പറഞ്ഞ 3 സിനിമകളുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടിലേക്കെല്ലാം തന്നെ വരികയാണെങ്കിൽ കൃത്യമായ ബഡ്ജറ്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ പുറത്തുവിടണം. അത് ഈ മാസം അവസാനത്തോടെ പുറത്തുവരും. പൈങ്കിളിക്ക് 10 കോടിയിൽ താഴെ ബഡ്ജറ്റാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതേസമയം ദാവീദിനാണെങ്കിലും ബ്രോമാൻസിനാണെങ്കിലും 10 കോടിയിലേറെ ബഡ്ജറ്റാണ് ഏറ്റവും കുറഞ്ഞത് പ്രതീക്ഷിക്കുന്നത്. കൂട്ടത്തിൽ പൈങ്കിളി എന്ന സിനിമ പരാജയം ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ദാവീദിന്റെ അവസ്ഥ നിലവിൽ പറയാനായിട്ട് സമയമായിട്ടില്ല. ബ്രോമാൻസ് ഇനിയും വിജയ സാധ്യത നിലനിൽക്കുന്ന മലയാളം സിനിമ തന്നെയാണ്. എന്തായാലും നാളെയും അടുത്ത ദിവസങ്ങളിലായിട്ട് റിലീസ് ചെയ്യുന്ന പുതിയ സിനിമകളുടെ റെസ്പോൺസ് കൂടി ഈ സിനിമകൾക്കെല്ലാം തന്നെ ഏറെ നിർണായകമാണ്. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ കളക്ഷനായിട്ട്.